അങ്ങനെ സി പി എമ്മിൽ അടിമുടി പൊളിച്ചെഴുത്തിന്റെ കാലമാണ്. പൊളിച്ചെഴുതാൻ എല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ്. സി പി എംകാരും ഇറങ്ങിയിരിക്കുന്നു, സി പി എമ്മിന്റെ വിരുദ്ധർ ഇറങ്ങിയിരിക്കുന്നു, സി പി എമ്മിന്റെ സഹയാത്രികർ ഇറങ്ങിയിരിക്കുന്നു, മറ്റ് പാർട്ടികളിലുള്ളവർ എല്ലാവരും സി പി എമ്മിനെ നന്നാക്കാനായി രംഗത്തുണ്ട്. അപ്പോൾ സി പി എം സ്വയം നന്നാവാനും തീരുമാനിച്ചതിന്റെ ലക്ഷണങ്ങൾ കാണുന്നു. അവർ പറയുന്നു അച്ചടക്കം പാലിക്കണം. ആദ്യം അവർ പറഞ്ഞത് നേതാക്കൾ അച്ചടക്കം പാലിക്കണം. ഇപ്പോൾ പറയുന്നു നേതാക്കൾ ശൈലി മാറ്റണം. ആരാണ് ഈ ശൈലി മാറ്റേണ്ടത് എന്നുള്ള ചോദ്യമുണ്ട്. പിണറായി വിജയനാണോ ശൈലി മാറ്റാൻ? ഇന്നലെയും അദ്ദേഹം പത്രക്കാരോട് ചൂടായി. എന്ത് ശൈലിയാണ് അദ്ദേഹം മാറ്റേണ്ടതെന്നുള്ളത് നമുക്കാർക്കും അറിയില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ചർച്ച സി പി എമ്മിനകത്ത് നടക്കുന്നത് പിണറായി വിജയൻ മാറി എന്ന് വിചാരിക്കുക, അടുത്തതാര് എന്നുള്ള ചോദ്യത്തിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ട്. ബാലഗോപാൽ വേണമെന്നുള്ള അഭിപ്രായമുണ്ട്. എന്നാൽ ബാലഗോപാലിന് വേണ്ടത്ര പാർട്ടിയിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ, ഗ്രൂപ്പ് സമവാക്യത്തിൽ, അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്നുള്ള സമവാക്യത്തിൽ ബാലഗോപാലിന് വേണ്ടത്ര പിൻതൂക്കം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരാളിനെ കണ്ടെത്താനായിട്ട് സി പി എം ഉഴലുകയാണ്. അതിനിടയിലാണ് സി പി ഐയുമായിട്ടുള്ള വിവാദം. സി പി ഐ വളരെ വലിയ വിവാദമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. സി പി ഐ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർമാരായി നേരത്തെ എം പി വീരേന്ദ്രകുമാറും പി കെ വാസവൻ നായരും ഒത്തിരി ഘടകകക്ഷികൾ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉപനേതാവ് എന്ന് പറയുന്ന പാർലമെന്റ് അസംബ്ലിയുടെ ഉപനേതാവ് എന്ന് പറയുന്നത് സി പി ഐക്ക് കിട്ടിയേ കഴിയൂ. അതിനകത്ത് വേറെ മാർഗമൊന്നുമില്ല. നാളെ വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനവും കിട്ടണം, അത് കഴിഞ്ഞാൽ എൽ ഡി എഫിന്റെ കൺവീനർ സ്ഥാനവും കിട്ടണം. കാര്യം മുന്നണി സംവിധാനത്തിൽ അങ്ങനെ വലിയേട്ടനും ഇളയേട്ടനൊന്നുമില്ല, എല്ലാ ചേട്ടന്മാരും തുല്യമാണ് എന്നുള്ള സമീപനത്തിൽ സി പി ഐ നിൽക്കുമ്പോൾ സി പി എമ്മിന് അതും അംഗീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് സി പി എം നിൽക്കുന്നത്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലാണ്. നേതാക്കളെ മാറ്റാനും പറ്റുന്നില്ല. എന്നാൽ അവർ സ്വയം, പിണറായിയും ഗോവിന്ദമാഷും സ്വയം മാറുന്നുമില്ല, മാറ്റാനും പറ്റുന്നില്ല. ഓരോ ദിവസവും ഗോവിന്ദമാഷ് വന്ന് പറയും ഞാനും മാറൂല, അളിയനും മാറൂല, പിണറായി മാറൂല എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു പ്രശ്നമാണ്. അത് ഞങ്ങൾ താഴെ വയ്ക്കൂല കേക്ക്, ബാക്കി ആർക്കും അങ്ങനെ കേക്ക് കഴിക്കാമെന്ന് വിചാരിക്കേണ്ട, ഞങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കും, അധികാരമാകുന്ന കേക്ക് ഞങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞ് ഗോവിന്ദമാഷും പിണറായിയും തുടരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ തർക്കമാണ് അതിനകത്തുണ്ടാകുന്നത്. ഈ തർക്കത്തിനിടയിൽ ഈ സൂചിപ്പിച്ചതുപോലെ തനിക്ക് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിൽ പിണറായിക്കും ഒരു രൂപമില്ല, പാർട്ടിക്കും ഒട്ടും രൂപമില്ലാത്ത സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ശൈലി മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരുടെ ശൈലി മാറ്റും എന്നുള്ളതാണ്. സാധാരണ ജനങ്ങൾ ശൈലി മാറ്റണമോ അതോ ആരാണ് ശൈലി മാറ്റേണ്ടത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി കേൾക്കുന്നു. എന്തായാലും ശൈലി മാറുമോ അതോ പ്രവർത്തന പരിപാടി വരുമോ, പുതിയ നേതാക്കൾ വരുമോ? ശൈലജ ടീച്ചർ അടക്കമുള്ള ആളുകൾ, ശ്രീമതി ടീച്ചർ, ശൈലജ ടീച്ചർ, അതുപോലെ തന്നെ പി ജയരാജൻ തുടങ്ങിയ ആളുകൾ ചേരി തിരിഞ്ഞ് തന്നെ വലിയ പ്രവർത്തനങ്ങൾ കണ്ണൂർ കേന്ദ്രീകരിച്ച് നടത്തുന്നു. അപ്പോൾ അങ്ങനെ ഒളിയം പുളയിക്കുന്നു, പരസ്യ പ്രസ്താവനകൾ നടത്തുന്നു, രഹസ്യ പ്രസ്താവനകൾ നടത്തുന്നു, രഹസ്യ മീറ്റിങ്ങുകൾ നടത്തുന്നു. അങ്ങനെ ഒരുപാട് ജഗപൊക പരിപാടികളാണ് ഇപ്പോൾ സി പി എമ്മിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശുദ്ധീകരിക്കാനാണെങ്കിൽ ഓക്കെ, അല്ലാതെ തമ്മിലടിച്ച് പിരിയാനാണെങ്കിൽ മറ്റൊന്നും പറയാനില്ല. ഇത് പരസ്പരം പാരടിച്ചും പിന്നെ വഴക്ക് പറഞ്ഞും വാഴ്വാക്കുകൾ പറഞ്ഞും കുറ്റപ്പെടുത്തിയും ഈ സംവിധാനത്തെ ഇല്ലാതാക്കാനാണെങ്കിൽ സോറി, നമുക്കൊന്നും പറയാനില്ല. അതേസമയം ഇത് കറക്റ്റ് ചെയ്തെടുക്കാനാണെങ്കിൽ ഈ പറയുന്നതെല്ലാം നടക്കട്ടെ. എന്തായാലും സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ളവരുടെ ശൈലി മാറ്റണമെന്ന് പറയുമ്പോൾ മിസ്റ്റർ പിണറായി വിജയൻ താങ്കൾ ഈ ശൈലി മാറ്റണമെന്ന് മുഖത്ത് നോക്കി പറയാൻ ഒരാളിനും കഴിയുന്നില്ല എന്നതും വളരെ വലിയ പ്രശ്നമാണ്. അതുപോലെ ഗോവിന്ദമാഷ് സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ, പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ അങ്ങയുടെ പ്രവർത്തനങ്ങൾ ശരിയല്ല എന്ന് പറയാൻ ഒരു സി പി എം നേതാവോ അണിയോ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. അതൊരു വലിയ പ്രതിസന്ധിയാണ്. ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പഴയ കാലത്തിൽ സ്വയം വിമർശനവും പാർട്ടി കമ്മിറ്റികളിൽ കൃത്യമായി വിമർശിക്കുന്നതിനും കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നതിനും ഒരു ടീം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കമ്മിറ്റിയിലും ബ്രാഞ്ച് തലം മുതൽ പോളിറ്റ് ബ്യൂറോ വരെ എടുത്താൽ എല്ലാവരും ഏറാൻ മൂളുന്ന സ്വഭാവത്തിൽ നിൽക്കുന്നു. തമ്പുരാക്കന്മാരും അണിയാളുകളും എന്നുള്ള രീതിയിലേക്ക് കമ്മിറ്റികൾ മാറുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ വന്നു തന്നെ തീരും. എന്തായാലും കേരളത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അന്തഛിദ്രത്തിലേക്കാണ് പോകുന്നത്. അതിനിടയിൽ ഗ്രൂപ്പിൻ്റെ പ്രശ്നങ്ങളുണ്ട്, വ്യക്തികളുടെ പ്രശ്നങ്ങളുണ്ട്, വ്യക്തികളുടെ മാസ്മരിസമുണ്ട്. അവർ ഓരോരുത്തർക്കും നേതാക്കളാകണമെന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള സംഘർഷത്തിലൂടെയും ആത്മസംഘർഷത്തിലൂടെയും അതിവൈകാരികമായ പ്രകടനങ്ങളിലും കൂടെയൊക്കെയാണ് സി പി എം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് സി പി ഐയുടെ തലവേദന. അവർ ചെറിയ പാർട്ടിയാണെങ്കിലും അവർക്ക് രണ്ടാം സ്ഥാനം, അതായത് സി പി എം കഴിഞ്ഞാൽ നിയമസഭയിൽ രണ്ടാം സ്ഥാനം, ഉപകക്ഷി നേതാവ് സ്ഥാനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പടയൊരുക്കം. അതിനവർ നിർത്തുന്ന ഒരുപാട് ന്യായങ്ങളുണ്ട്. പഴയ കാലത്ത് എൽ ഡി എഫിൽ ഒരുപാട് ആളുകൾ ഘടകകക്ഷി നേതാക്കൾ എൽ ഡി എഫിൻ്റെ കൺവീനർമാരായിട്ടിരുന്നു.
ജോയിന്റ് കൺവീനർമാരായിട്ട് ഇരുന്നു. അങ്ങനെയൊക്കെ ഇരുന്ന ഒരു സ്ഥലത്ത് സ്വാഭാവികമായിട്ടും അസംബ്ലിയുടെ രണ്ടാമൻ സ്ഥാനം ഞങ്ങൾക്ക് തരാം, രാജന് കൊടുക്കണം എന്നുള്ള ചർച്ചയും നടക്കുകയാണ്. എന്തായാലും വളരെ കൃത്യമായ തല്ലും അടിയും ഗ്രൂപ്പ് പോരും ഒക്കെയാണ് CPM-നകത്ത് നടക്കുന്നത്. ഇത് എങ്ങനെ വരുമെന്ന് നമുക്കറിയില്ല. തിരുവനന്തപുരം ജില്ലയിലും ഉണ്ടായിരുന്നു, കണ്ണൂർ, കാസർഗോഡ്, കോട്ടയം, ഇടുക്കി, വിവിധ ജില്ലകളിൽ തന്നെ ഇതിനെ സംബന്ധിച്ച് വലിയ തർക്കം നടക്കുകയാണ്. പ്രത്യേകിച്ച് സമ്മേളനങ്ങളിൽ ഓഗസ്റ്റ് മാസത്തിൽ പ്രത്യേക സമ്മേളനം തന്നെ കൂടുമെന്നറിയുന്നു. അതിനു മുന്നോടിയായി വലിയ തോതിൽ ഇവർ അടിച്ചു പിരിയുമോ, അതോ ഏതെങ്കിലും ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ കീഴ്വടക്കുമോ? എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ കീഴടക്കുന്നതാണ് കണ്ടിരുന്നത്. അപ്പോൾ കീഴടങ്ങിയവർ സൈലൻ്റായി അതിനകത്തുണ്ട്. അവർ ഇനി ഉയർത്തെഴുന്നേറ്റ് വരുമോ, അതോ കീഴടക്കി നിൽക്കുന്നവർ കൂടുതൽ ശക്തിപ്പെടുമോ എന്നുള്ളതൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാൻ മാത്രമേ കഴിയുള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, CPM-നകത്ത് വലിയ അന്തർനാടകങ്ങളും അന്തഛിദ്രങ്ങളും വലിയ തർക്കങ്ങളും ഒക്കെ നടക്കുന്നു. അതിലൊരു ഒത്തുതീർപ്പുണ്ടായാൽ മാത്രമേ പിണറായി വിജയൻ്റെ ഈ പ്രതിപക്ഷ നേതാവ് സ്ഥാനവും ഗോവിന്ദമാഷിൻ്റെ പാർട്ടി സെക്രട്ടറി സ്ഥാനവും സുരക്ഷിതമായി പോവുകയുള്ളൂ. അല്ലെങ്കിൽ ഈ മുറവിളി തുടർന്ന് തന്നെ കൊണ്ടേയിരിക്കും. പാർട്ടി സഖാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് MA ബേബി ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ. ആ സ്വാതന്ത്ര്യത്തെ ഭംഗിയായി അവർ വിനിയോഗിച്ചുകൊണ്ട് മുൻ മുഖ്യമന്ത്രിക്കും ഗോവിന്ദമാഷിനുമെതിരെ ശക്തമായ പടയൊരുക്കമാണ് അവർ നടത്തുന്നത്. അത് കേരളത്തിൽ വിജയം കാണുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.